ഹലോ ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ അറിവിൻ്റെ കൂടാരം എന്ന യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. പിന്നെ ഇന്ന് ചിങ്ങമാസം 1-ാം തീയതിയാണ്. എല്ലാവരും അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മുടെ ഓണത്തെ വരവേൽക്കാനായി നമ്മുടെ ചിങ്ങമാസം അങ്ങനെ അതാ നമുക്ക് ഇന്ന് ആഗതമായിരിക്കുകയാണ്. അപ്പോൾ ചിങ്ങമാസത്തിലെ ആ നല്ല ഓർമ്മകളും അതുപോലെ തന്നെ ഓണം എല്ലാവർക്കും അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ കഴിയുമാറാവട്ടെ എന്നുമാണ് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത്. അതുപോലെ ഓണക്കാലമായാൽ പണ്ടൊക്കെ നമ്മൾ മുറ്റത്ത് ഓണപ്പൂക്കളം തീർക്കും അല്ലേ, അടുത്ത അയൽവക്കത്തെ ആളുകളുമായിട്ടൊരു മത്സരബുദ്ധിയോടെയാണ് പാടത്തും പറമ്പിലെല്ലാം നടന്ന് കാക്കപ്പൂവ്, തുമ്പപ്പൂവ്, പിച്ചിപ്പൂവ്, മുക്കൂറ്റിപ്പൂവ്, പിന്നെ പൂച്ചപ്പൂവ്, പാലപ്പൂവ്, അരളിപ്പൂവ്, അതുപോലെ കലമ്പട്ട, ഇന്ന് നമ്മൾ പറയുന്ന കലമ്പട്ട, ഒരു വയലറ്റ് നിറമുള്ള പൂക്കൾ, ഇതെല്ലാം കൊണ്ട്, അതുപോലെ ചെത്തിപ്പൂവ്, ഇതെല്ലാം കൊണ്ട് നമ്മൾ 6 ദിവസം വരെ നമ്മൾ വട്ടത്തിലുള്ള കളങ്ങൾ തീർക്കുകയും 6-ാം ദിവസം മുതൽ കാലുകൾ നീട്ടി നീട്ടി ഉള്ള ഓരോ കളങ്ങൾ തീർക്കുകയും ചെയ്യുന്നു. അതുപോലെ ഉത്രാടത്തിന് നമ്മൾ വലിയ പൂക്കളം ഇടും, രാത്രിയിൽ ഉത്രാടപ്പൂക്കളം ഇടും. രാവിലെ എഴുന്നേറ്റ് തിരുവോണത്തിൻ്റെ അന്ന് മഹാബലി തമ്പുരാനെ എതിരേക്കുന്ന എല്ലാമാണ്. ചിങ്ങമാസമായി കഴിഞ്ഞാൽ ഓണം തന്നെയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഓണക്കോടി എടുക്കുന്ന ഉത്സാഹം അല്ലേ, ഓണത്തിന് എന്തെടുക്കണം, പുതിയ ഉടുപ്പ് ഏത് മോഡലിൽ എടുക്കണം എന്നുള്ള എല്ലാവരുടെ മനസ്സിലെ ഓരോ ആകാംക്ഷകളാണ്. അമ്മമാർക്കാണെങ്കിൽ മക്കളൊക്കെ വരുന്നു എന്നുള്ള സന്തോഷമാണ്. ഓണത്തിന് എല്ലാവരും കൂടി കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും അതുപോലെ പപ്പടം പഴം പായസം കൂട്ടി ഊണ് കഴിക്കുന്നതും കായ് വറക്കുന്നതും എല്ലാം ഒരു ഓർമ്മകളാണ് ഗൈസ്. പിന്നെ ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊന്നും വലിയ കാര്യമല്ല, എങ്കിലും നമ്മൾ പഴയ തലമുറക്കാർ ഇപ്പോഴും അത് ആചരിച്ചു പോരുന്നു. പിന്നെ ചിങ്ങമാസം 1-ാം തീയതി സമ്പൽ സമൃദ്ധിയുടെ ഓണം, അതുപോലെ നിറപുത്തിരിയാണ്. എല്ലാ അമ്പലങ്ങളിലും നിറപുത്തിരിയുണ്ട്. അതായത് നമ്മുടെ കതിർക്കുല നമ്മൾ നേരത്തെയൊക്കെ അമ്പലങ്ങളിൽ നമുക്കത് വെറുതെ തരുമായിരുന്നു. ഇപ്പോൾ അതിനും അവർ പൈസ വാങ്ങിക്കുകയാണ്. കാരണം അത് കിട്ടാനില്ല, ഓരോ സ്ഥലത്തുനിന്നും അത് അവർ കറ്റ കൊണ്ടുവന്നാണ് നമുക്ക് തരുന്നത്. അതുകൊണ്ടാണ് ഗൈസ് നമ്മളോട് ആ പൈസ അവർ മേടിക്കുന്നത്. അങ്ങനെ ആ കതിർക്കല കൊണ്ടുവന്ന് നമ്മുടെ വറവാതുക്കൽ അത് തൂക്കിയിടുന്നത് വളരെ നല്ലതാണ്. നമുക്ക് അന്നത്തിന് മുട്ടുവരില്ല എന്നാണ് പറയുന്നത്. അന്നദാന പ്രഭുവായ വൈക്കത്തപ്പൻ്റെ മണ്ണിലും അത് ഇന്ന് വിതരണം ചെയ്തിരുന്നു. അതുപോലെ എല്ലാവർക്കും നല്ലൊരു ഓണം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വീഡിയോ നിർത്തുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഗൈസ്, ബൈ.